പുരാണത്തിലെ യയാതിയുടെ കഥ അറിയില്ലേ? തൻ്റെ വാർദ്ധക്യം മകന് നൽകിയിട്ട് അവൻ്റെ യൗവനം ചോദിച്ചു വാങ്ങി യുവാവായി വീണ്ടും ജീവിക്കാൻ അവസരം ലഭിച്ച യയാതി. പക്ഷേ ഇന്ന് നമുക്ക് മക്കളിൽ നിന്ന് യൗവനമൊന്നും ചോദിച്ചു വാങ്ങാൻ പറ്റില്ല. പകരം നല്ല പൈസ കൊടുത്തിട്ട് നമുക്ക് ബോട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്കറിയാം, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ ബോട്ടോക്സ്, ഫില്ലേഴ്സ്, ഇങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ഇന്ന് വളരെയധികം പോപ്പുലറാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? എല്ലാവരും വളരെ യൗവനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, യുവത്വത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, വളരെ യങ്ങായിട്ടിരിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ കാലക്രമേണ നമ്മുടെ പ്രായം മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് സ്വാഭാവികമായ പരിണാമങ്ങൾ നമ്മുടെ മുഖത്തും ശരീരത്തുമൊക്കെ ഉണ്ടാകും. എന്നിരുന്നാൽ തന്നെയും നിലവിലുള്ള പ്രായത്തെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്താനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാലത്ത് ഇത്തരം ട്രീറ്റ്മെൻറ്റുകളൊക്കെ വളരെ പോപ്പുലറായിട്ട് മാറാനുമുള്ള കാരണം. ഈ ബോട്ടോക്സ് എന്നൊക്കെ പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇത് എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ വെച്ചിട്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. പ്രായാധിക്യമൊന്നും തന്നെ നമ്മുടെ ഫേസിൽ പെട്ടെന്ന് വരാതെ ഫാസ്റ്റായിട്ടുള്ള ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ റെമഡിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 3 ഓയിലുകളാണ്. അതിലാദ്യത്തേത് ജോജോബ ഓയിലാണ്. ഇതിനെ വായിക്കുമ്പോൾ ജോജോബ എന്നാണെങ്കിലും നമ്മളത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഹൊഹോബ ഓയിൽ എന്നാണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഓയിലാണ് ഈ ഹൊഹോബ ഓയിൽ എന്ന് പറയുന്നത്. ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ബാക്ടീരിയൽ ആണ്. നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. മാത്രമല്ല, നമ്മുടെ സ്കിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബം, ഈ സെബത്തിനോളം ഈക്വലാണ് ഈ ഓയിൽ. നമ്മുടെ സ്കിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ് സെബം എന്ന് പറയുന്നത്. ആ സെബവും ഈ ഓയിലിൻ്റെയും ടെക്സ്ചർ ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓയിൽ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്താൽ ഒരു എക്സ്ട്രാ ഓയിലി ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഓയിലാണ് ഈ ഹൊഹോബ ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് കാരവയുടെ ഹൊഹോബ ഓയിലാണ്. അപ്പോൾ നിങ്ങളിത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നല്ല ഒരു ബ്രാൻഡിൻ്റെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്. രണ്ടാമത്തേന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാസ്റ്റർ ഓയിലാണ്. നമ്മൾ വേണ്ടത്ര മൈൻഡ് ചെയ്യാത്ത ഒരു ഓയിലാണ് ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. കാരണം ഇത് കുറച്ച് സ്റ്റിക്കിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും ഇത് ഹെയറിലാണ് യൂസ് ചെയ്യാറുള്ളത്. നന്നായിട്ട് മുടി വളരാൻ, മുടി കട്ടിയാവാൻ, മുടി കൊഴിച്ചിൽ മാറാനായിട്ടൊക്കെ നമ്മൾ കാസ്റ്റർ ഓയിലാണ് എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ കാസ്റ്റർ ഓയിൽ ഈ തലമുടിയിൽ മാത്രമല്ല, മുഖത്തിനും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. കാസ്റ്റർ ഓയിൽ omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്, ആൻറ്റി ബാക്ടീരിയൽ ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫൈൻ ലൈൻസും റിങ്കിൾസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഫേം ആക്കി നിർത്താനായിട്ട്, നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിലാണ് കാസ്റ്റർ ഓയിൽ. ഞാൻ കാസ്റ്റർ ഓയിലിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യാം. നിങ്ങൾ സ്കിൻ കെയറിലേക്കൊക്കെ കടക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു കാസ്റ്റർ ഓയിൽ, നല്ല ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഒരു കാസ്റ്റർ ഓയിൽ വാങ്ങേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ആൻറ്റി ഏജിങ്ങിനായിട്ടുള്ള പാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് അർബൻ ബൊട്ടാണിക്സിൻ്റെ ഈ കാസ്റ്റർ ഓയിലാണ്. ഇത് വളരെ നല്ലൊരു കാസ്റ്റർ ഓയിലാണ്. നിങ്ങളുടെ സ്കിൻ കെയറിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു കാസ്റ്റർ ഓയിലാണിത്. അപ്പോൾ ഇത് പറ്റുമെങ്കിൽ ഈ ഒരു ബ്രാൻഡ് വാങ്ങാൻ നോക്കുക. അപ്പം രണ്ടാമത്തെ ഓയിൽ എന്ന് പറയുന്നത് കാസ്റ്റർ ഓയിൽ. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള മൂന്നാമത്തെ ഓയിൽ എന്ന് പറയുന്നത് ഫ്രാങ്കിൻസെൻസ് ഓയിലാണ്. അതിന് ഈ ഏജിങ്ങിനെ ഭയങ്കരമായിട്ട് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഓയിലാണ് ഈ ഫ്രാങ്കിൻസെൻസ് ഓയിൽ എന്ന് പറയുന്നത്. ഇതൊരു എസൻഷ്യൽ ഓയിലാണ്. ഞാൻ ഈ ഓയിലിനെ കുറിച്ച് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതിനെക്കുറിച്ച് അങ്ങനെ വീഡിയോ ഒന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇതിനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. കാരണം നമ്മളുടെ പ്രായത്തെ വളരെയധികം പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, അതുപോലെ മുഖം താഴേക്ക് സാഗ് ചെയ്യുന്നതിനെ ഒക്കെ ഒന്ന് മാറ്റി നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ടുള്ളൊരു യൂത്ത്ഫുൾനെസ് തരാനായിട്ട് ഈ ഓയിൽ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് 3 ഓയിൽസാണ്. 1 ഹൊഹോബ ഓയിൽ, 2 കാസ്റ്റർ ഓയിൽ, മൂന്നാമത്തേത് ഫ്രാങ്കിൻസെൻസ് ഓയിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഈ ഒരു ബോട്ടിലിൽ നിന്ന് ഒരു പകുതി ഈ ഓയിൽ മാറ്റി വെക്കുക, അതായത് ഹൊഹോബ ഓയിൽ മാറ്റി വെക്കുക. എന്നിട്ട് അതിലേക്ക് ഈ കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ പകുതി വരെ ഹൊഹോബ ഓയിൽ ഇതിനകത്തുള്ളൂ. അതിൻ്റെ പകുതിയോളം ഈ കാസ്റ്റർ ഓയിൽ നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഫ്രാങ്കിൻസെൻസ് ഓയിലിൽ നിന്ന് ഒരു 2-3 ഡ്രോപ്സ് ഇതിലേക്ക് ആഡ് ചെയ്യുക. അത്രയും മതിയാവും.
കാരണം ഇതൊരു കരിയർ ഓയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് മറ്റ് ഓയിലുകളുമായിട്ട് മിക്സ് ചെയ്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഫ്രാങ്കിൻസെൻസ് ഓയിൽ ഒരിക്കലും നേരിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് ഫ്രാങ്കിൻസെൻസ് ഓയിലും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും നിങ്ങൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുക. ഭയങ്കരമായിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് തരും. ഇത് നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാജിക്കലായിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നമ്മുടെ മുഖത്ത് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കാതെ ഇന്ന് തന്നെ ഈ പറയുന്ന 3 ഓയിലുകളും വാങ്ങി നിങ്ങൾ ഇങ്ങനെ ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ പതിയെ പതിയെ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡെയിലി അപ്ലൈ ചെയ്യണം, അത് മറക്കരുത്. ഒരു അരമണിക്കൂർ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പ്രായമാകുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ ഒരു പരിധി വരെയൊക്കെ ഇങ്ങനെ തടഞ്ഞു നിർത്താനായിട്ടും കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്താനായിട്ടും ഒക്കെ ഈ ഒരു റെമഡി നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.